ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്നിപ്പോൾ ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്നത് വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു മിൽക്ക് ഷേക്കിൻ്റെ റെസിപ്പിയാണ്. ഇത് നമുക്ക് വേണമെങ്കിൽ മോർണിംഗിൽ ബ്രേക്ക്ഫാസ്റ്റിന് പകരമായിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. വളരെ ഹെൽത്തിയാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുകയെന്ന് നമുക്ക് നോക്കാം. ഇതിനായിട്ട് ആദ്യം 2 ടേബിൾ സ്പൂൺ ഓട്സ് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ വേണ്ടത് ഒരു 2 ടേബിൾ സ്പൂൺ കോൺഫ്ലേക്സ് ആണ്. ഇനി അടുത്തത് 1 ടേബിൾ സ്പൂൺ ബദാം, പിന്നെ 1 ടേബിൾ സ്പൂൺ കാഷ്യൂനട്ട്, 1 ടേബിൾ സ്പൂൺ കടല പീനട്ട്, പിന്നെ 1 ടേബിൾ സ്പൂൺ പിസ്ത. ഇനി വേണ്ടത് ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കിയ 3 ഈന്തപ്പഴം. ഇനി അവസാനം നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂൺ തേങ്ങയും കൂടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് എന്താ വേണ്ടതെന്ന് വെച്ചാൽ ഇതിൻ്റെ മേലെ കൂടി ഒരു 1/2 കപ്പ് പാൽ ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ 2 കപ്പ് പാലാണ് എടുത്തിരിക്കുന്നത്. അതിൽ 1/2 കപ്പ് പാൽ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇത് നന്നായിട്ട് തിളപ്പിച്ച് ആറിയ പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി നമുക്കിതൊന്ന് അടച്ചു വയ്ക്കാം. അപ്പോൾ ഒരു 2 മണിക്കൂർ ഇതൊന്ന് അടച്ചു വയ്ക്കണം. അപ്പോഴേക്കും ഇതെല്ലാതും നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ടാവും. ഇപ്പോൾ ഒരു 2 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ എല്ലാം അത് നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട്. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആദ്യം നമുക്ക് മിക്സിയുടെ ജാറിലിട്ടിട്ട് ഇത് മാത്രമായിട്ടൊന്ന് അടിച്ചെടുക്കാം. ഞാനിപ്പോൾ ഇത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. നമുക്കിതിലേക്ക് കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുക്കണം. ഞാനിപ്പോൾ ഒരു 1.5 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇട്ട് കൊടുത്താൽ മതി. പിന്നെ ഇതിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂൺ പീനട്ട് ബട്ടറും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സ്റ്റെപ്പ് വേണമെങ്കിൽ നിങ്ങൾക്ക് താല്പര്യം ഇല്ലെങ്കിൽ സ്കിപ്പ് ചെയ്യാവുന്നതാണ്. കാരണം ഇതിൻ്റെ ടേസ്റ്റ് എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല. അപ്പോൾ ആദ്യം ഞാനിതൊന്ന് നന്നായിട്ട് അടിച്ചെടുത്തിട്ട് വരാം. ഇതിപ്പോൾ നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ തണുപ്പിച്ചെടുത്ത് വെച്ചിരിക്കുന്ന പാലും കൂടെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇത് ഞാൻ നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ട് വരാം. അപ്പോൾ ഇതൊക്കെ നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്കിനി ഗ്ലാസ്സിലേക്ക് മാറ്റാം. അപ്പോൾ നമ്മുടെ ഹെൽത്തി ആയിട്ടുള്ള മിൽക്ക് ഷേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതെ എടുത്തോ, എടുത്ത് കുടിച്ചോ. കുടിച്ചിട്ട് എങ്ങനെയുണ്ടെന്ന് പറ. ഞാൻ എടുത്തോ. കുടിച്ചു വെച്ചിരി. എങ്ങനെയുണ്ട്? താഴെ കളയില്ല കേട്ടോ. ആ കുഞ്ഞുമാവ കഴിക്കേ. ആണോ? അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ നിങ്ങളുടെ ഫീഡ്ബാക്സൊക്കെ ഒന്ന് കമൻറ്റിലൂടെ അറിയിക്കണം. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ ബൈ.